മുൻമന്ത്രി ജി സുധാകരനോടുള്ള CPM നേതാക്കളുടെ അവഗണനയിൽ കായംകുളത്തിൽ നഷ്ടമായത് 42 കോടിയുടെ പാലം. സുധാകരൻ മുൻകൈയെടുത്ത് പ്രഖ്യാപിച്ച പദ്ധതി രണ്ടാം പിണറായി സർക്കാർ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. കായംകുളം MLA യു പ്രതിഭ അടക്കമുള്ളവരാണ് സ്വന്തം മണ്ഡലത്തിന് അനുവദിച്ച ഈ വമ്പൻ പദ്ധതി അട്ടിമറിച്ചതിന് പിന്നിൽ എന്നാണ് ആക്ഷേപം. കായംകുളം നഗരത്തെയും ദേവികുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കായംകുളം കായലിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിനാണ് 42 കോടി രൂപ 2017-18 വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ മുൻകൈയെടുത്തായിരുന്നു പാലത്തിനായുള്ള പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ മണ്ണ് പരിശോധനയടക്കം പൂർത്തിയാക്കിയ ശേഷം പദ്ധതി അട്ടിമറിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഈ പ്രദേശത്തെ പാലത്തിന് വേണ്ടി 42 കോടി രൂപ അനുവദിച്ചു. അത് അനുവദിച്ചത് മാത്രമല്ല, ഈ പാലം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഇവിടെ മണ്ണ് പരിശോധനയും ഇവിടെ ട്രാഫിക് പഠനങ്ങളും എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇത് യാഥാർത്ഥ്യമാകുന്ന പ്രതീക്ഷയിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് യു പ്രതിഭ ഈ പാലത്തെ അട്ടിമറിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാലത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ജി സുധാകരൻ്റെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഈ പാലം. ആ പ്രതീക്ഷ ജി സുധാകരൻ്റെ സ്വപ്നത്തെ തകർക്കുന്ന ആ ഒരു നടപടിയാണ് ബഹുമാനപ്പെട്ട കായംകുളത്തിൻ്റെ MLA യു പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പാലം യാഥാർത്ഥ്യമായിരുന്നേൽ ഓച്ചിറ ഭാഗത്തു നിന്നും ഹരിപ്പാട് തോട്ടപ്പള്ളി ഭാഗം വരെ ദേശീയപാതയ്ക്ക് സമാന്തരമായ പാത യാഥാർത്ഥ്യമായേനെ. നാഷണൽ ഹൈവേക്ക് പാരലായിട്ട് കരുനാഗപ്പള്ളി മുതൽ എന്നാണ്ട് ഡാണാപ്പടി തോട്ടപ്പള്ളി ഭാഗങ്ങളിൽ വരെ എത്തത്തക്ക ഒരു പാലം, ഈ ഒരു പാലം നിർമ്മിച്ചാൽ ആ ഒരു റോഡ് ആക്സസ് ആകുന്നതാണ്. വിശേഷിച്ച് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് യാത്രാക്ലേശം ഒരുപാട് അനുഭവിക്കുകയാണ്. ഈ ഒരു പാലം നിർമ്മിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും തീരദേശത്തിൻ്റെ വലിയൊരു വികസനവും സാധ്യമാകാൻ കഴിയുന്നതാണ്. കായലിന് ഇരുകരകളിലുമായി താമസിക്കുന്നവരിൽ ഏറെയും ബന്ധുക്കളാണ്. നിലവിൽ 5 കിലോമീറ്ററിലധികം ചുറ്റി വേണം ഇരുകരകളിലുമുള്ളവർക്ക് പരസ്പരം കാണാൻ. ഞങ്ങൾക്ക് അക്കരയൊന്ന് പോകണം, ക്ഷേത്രത്തിൽ പോകണം, പുല്ലുകുളങ്ങര സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കറങ്ങി വേണം നമ്മൾ പോകാൻ. അക്കരെ പോകണമെങ്കിൽ ഇപ്പോൾ ഇത്തിരി ഏറെ പോകണം, നമ്മൾ നടക്കണം. പിന്നെ വണ്ടി സൗകര്യങ്ങളില്ല. ഇതിലെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു, അതും ഇല്ലാതായി. അപ്പോൾ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പാലം വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. സ്ഥലം MLA തന്നെ പദ്ധതി അട്ടിമറിച്ചത് മുൻമന്ത്രി ജി സുധാകരനോടുള്ള അവഗണനയുടെ ഭാഗമാണെന്നാണ് ആക്ഷേപം. ശ്രീ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം മുൻകൈയെടുത്ത് അത് ബഡ്ജറ്റിൽ പാസ്സാക്കുക വരെ ചെയ്ത ഒരു പദ്ധതിയായിരുന്നത്. അതിനുശേഷം എന്തോ പുതിയ ഗവൺമെൻറ് വന്നു എങ്കിൽ പോലും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി വന്നു. അതേ MLA തന്നെയായിരുന്നു കായംകുളത്ത് ജയിച്ചു വന്നതെങ്കിലും ജി സുധാകരൻ മുൻകൈയെടുത്ത പദ്ധതി എന്ന നിലയിലാണോ എന്നറിയില്ല. എന്തായാലും ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് 42 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ട് പോലും അതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തികച്ചും പ്രതിഷേധകരമാണ്. പാലം യാഥാർത്ഥ്യമാക്കാൻ നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.